വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും ആ ഒരു പണ്ട് ദേവാലയം വരുന്ന സ്ഥാനത്ത് എന്താണുള്ളത്? ഒരു മുസ്ലിം പള്ളിയാണ്, ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞത്. ഇവിടെയല്ല ശരിക്കും പണ്ടത്തെ ദേവാലയം, ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് അവര് വേറെ രീതിയിൽ അവിടെ എങ്ങനെയെങ്കിലും ഒരു ദേവാലയം പണിയണം. കൂടാരത്തിന്റെ ഒരു തിരശ്ശീല പോലും കീറിപ്പോയി അവര് പിന്നെ അത് കാര്യമാക്കാതെ അവരവരുടെ കാര്യം ചെയ്യുന്നു. യേശുക്രിസ്തുവിന് ഭൗതികമായി ഒരിക്കലെങ്കിലും ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ദൈവത്തിന്റെ ആലയം പണിതോ? ഇപ്പോ ചങ്ങായിമാരെ, കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ വിഷയം? ദേവാലയം വീണ്ടും പണിയപ്പെടുമോ? ദേവാലയം വീണ്ടും പണിയപ്പെടുമോ? ഇപ്പോൾ പലരും ദേവാലയം പണിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, ലോകത്തിൽ നടക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണിത്. ഇപ്പൊ ട്രംപ് പോലും അടുത്തൊരു ദേവാലയം പണിയാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയെല്ലാം ഞങ്ങൾ കേൾക്കുണ്ടായി. അപ്പൊ നമുക്കിന്ന് കാണാനുള്ളത് ശരിക്കും ദേവാലയത്തെ പറ്റി ബൈബിൾ എന്താണ് പറയുന്നത്? ദേവാലയം ഇപ്പോൾ പണിയപ്പെടുവാൻ പോവുകയാണോ? പണിയപ്പെടുന്നത് എങ്ങനെയാണ്, എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈബിളിലൂടെ. പിന്നെ എന്തിനാണ് ഈ ഒരു ദേവാലയം അവർ പണിയപ്പെടാനായിട്ട് കാത്തിരിക്കുന്നത്? അതെ, വളരെ ആകാംക്ഷയോടെയാണ് ലോകത്തിലുള്ള ആളുകൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ യഹൂദന്മാർ മാത്രമാണോ ഈ ദേവാലയം പണിയപ്പെടുവാൻ കാത്തിരിക്കുന്നത്? അല്ല, ഇപ്പോ ബൈബിള് വിശ്വസിക്കുന്ന പല ഡിനോമിനേഷൻസുകളുണ്ട്. അവര് പോലും ദേവാലയം പണിയാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന. അതെ, വളരെയധികം അവരും കാത്തിരിക്കുന്നതിന്റെ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോ ദേവാലയം പണിയപ്പെടുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണത്? ആനന്ദാതിരേകം. അതെ, റാപ്ചർ. അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ റാപ്ചർ സംഭവിച്ചതിന് ശേഷം, ദേവാലയം പണിയപ്പെട്ടതിന് ശേഷം പിന്നെ എന്താണ്, അവിടെ എതിർ ക്രിസ്തു വന്ന് 7 വർഷം വാഴുന്ന സമയത്ത് മഹോപദ്രവം ഉണ്ടാവും. മഹോപദ്രവ കാലഘട്ടത്തിൽ ഏലിയാവ് വരും. ഏലിയാവ് വന്ന് അനവധി ആൾക്കാരെ എന്താണ് ക്രിസ്തുവിലേക്ക് തിരിക്കും. പിന്നെ എന്താണ്, യേശു ക്രിസ്തു വന്നിട്ട് എത്ര 1000 ആണ്ട് ചർച്ചയായ ഒരു കാര്യമാണ്. 1000 ആണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ വായും. പിന്നെ ആ 1000 ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ നല്ല സമാധാനവും സന്തോഷവും വളരെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ കാത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ ഒരു വില്ലനെ കുറച്ചു കാലത്തേക്ക് പിശാചിനെ അഴിച്ചുവിടും, സാത്താനെ അഴിച്ചുവിടും എന്നും പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. പിന്നെ ഒരു ന്യായവിധി. അതെ, ന്യായവിധിയും സംഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഓർഡറിൽ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യണം, ദേവാലയം പണിയപ്പെടാൻ വേണ്ടി കാത്തിരിക്കണം. എങ്ങനെയെങ്കിലും ദേവാലയം പണിയിപ്പിക്കണം. പക്ഷെ അവർക്കിപ്പോൾ അവിടെ ദേവാലയം പണിയാൻ സാധിക്കുന്നില്ല. കാരണം ആ ഒരു പണ്ട് ദേവാലയം വരുന്ന സ്ഥാനത്ത് എന്താണുള്ളത്? ഒരു മുസ്ലിം പള്ളിയാണ്, ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞത്. അത് പൊളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും. പക്ഷെ അതിന് പകരം അവർ വേറെ സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അളന്നു മുറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെയല്ല ശരിക്കും പണ്ടത്തെ ദേവാലയം, ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് അവർ വേറെ രീതിയിൽ അവിടെ എങ്ങനെയെങ്കിലും ഒരു ദേവാലയം പണിയണം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ആളുകൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ നമുക്കിന്ന് അതിലേക്കൊക്കെ പോകണോ, അല്ലെങ്കിൽ ബൈബിളിലേക്ക് പോകണം? നമ്മൾ എന്ത് തന്നെ ചോദ്യങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ ബൈബിളിലേക്ക് തന്നെ നോക്കാം. ഇപ്പോ ബൈബിളില് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. അതെ, നമുക്ക് ആദ്യം തന്നെ ഉൽപ്പത്തിയിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്? ഉൽപ്പത്തിയില് ഇപ്പോ എബ്രാഹിമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, അതുപോലെ തന്നെ എബ്രാഹിമിന്റെ മകൻ ഇസാക്കിന്റെ മകൻ യാക്കോബ്, ഇവർക്കെല്ലാം ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിന്. എന്താണ്? ഉൽപ്പത്തി 13:15 വാക്യം, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അതായത് എന്നേക്കുമായിട്ട് തരുമെന്ന് അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദാനം അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാഗ്ദാനം അവരെടുത്തുകൊണ്ട് അവര് പറയും, ഇത് ലോകാവസാനം സംഭവിക്കുന്നവരെ ദൈവം ഇസ്രായേൽ ജനത്തെ പിന്നെയും തിരിച്ചു വരുത്തും, അവരുടെ ആ ഒരു ദേവാലയം പണിയാൻ ഇടയാക്കും, ഇങ്ങനെയെല്ലാം അവർ പറയും. അതെ, ആ ഒരു ദേശം നിങ്ങൾക്ക് തരും, അത് എന്നേക്കുമായിട്ട് തരുമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. കാരണം ദൈവം സത്യം പറയുന്നവനാണല്ലോ, ദൈവം സത്യവാനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റം വരില്ല, അല്ലെ? സത്യമാണ്. പക്ഷെ നമുക്ക് പരിശോധിക്കാനുള്ളത് ഇത് എങ്ങനെയാണ് ബൈബിൾ കാണിച്ചിട്ടുള്ളത്. നമുക്കിനി ആമോസിന്റെ പുസ്തകം 9:11 മുതൽ 15 വരെ ഈ ഒരു വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ നിയമത്തിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതിന്റെ കാര്യം ഇതാണ്, അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും
അതിൻ്റെ പിളർപ്പുകളെ അടക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു ഇതനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയുമെന്നാണ് അവിടെ ദൈവം പറയുന്നത്, കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ എസെക്കിയേൽ 37:26 ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും, അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ചു പെരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്ക് സ്ഥാപിക്കും. ദൈവം അവരോട് പറയണല്ലേ, ദാവീദിന്റെ ഒരു കൂടാരം, വീണുപോയ കൂടാരം വീണ്ടും പണിയും. കാരണം അത് സന്തോഷമായ ഒരു വാർത്തയാണ്. കാരണം അവര് പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ആദ്യം അവർക്കുണ്ടായിരുന്നത് സമാഗമന കൂടാരമായിരുന്നു. മരുഭൂമിയിൽ വെച്ചായിരുന്നു മോശയോട് ദൈവം കൽപ്പിച്ചതും പ്രകാരം അവരത് പണിതു. സമാഗമന കൂടാരത്തിന് ശേഷം അവര് യെരുശലേമിൽ ഒരു ദേവാലയം പണിതു. ശലോമോന്റെ കാലഘട്ടത്തിൽ ശലോമോൻ അത് പണിതു. അപ്പൊ ശലോമോന്റെ കാലഘട്ടത്തിൽ ശലോമോൻ അത് പണിതപ്പോ തന്നെ ശലോമോൻ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് അല്ലെ, 2 ദിനവൃത്താന്തം 6:18 വാക്യമാണ്. നിങ്ങൾ അതൊന്ന് പരിശോധിച്ചു നോക്കുക. ശലോമോൻ ആദ്യമായിട്ട് ദേവാലയം പണിതത് ശലോമോനാണ്. ദാവീദ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ശലോമോൻ ഈ ഒരു ദേവാലയം പണിതു. അവിടെ ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ദൈവം എന്താണ് 6:18, 2 ദിനവൃത്താന്തം 6:18, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ഒരു ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അപ്പൊ ശലോമോൻ പണിതതിന് ശേഷം പറയണ ഒരു കാര്യമാണിത്. അപ്പൊ സ്വർഗത്തിൽ അടങ്ങുന്നില്ല ദൈവം, എന്താണ് സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ല, പിന്നെ ഈ ആലയത്തിൽ എങ്ങനെ നീ അടങ്ങും? സ്റ്റെഫാനോസ് അവിടെ കൂടി വന്ന ജനത്തിനോട് അപ്പോസ്തലപ്രവൃത്തി 7:47 താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ശലോമോൻ പണിത ദേവാലയത്തെ പറ്റിയുള്ള കാര്യമാണ് സ്റ്റെഫാനോസ് പറയുന്നത്. ശലോമോൻ അവനൊരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടെ പറയുന്നത് നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? ദൈവത്തിന് സ്വർഗം സിംഹാസനമാണ്, ഭൂമിയോ പാദപീഠം. നമ്മളിവിടെ എന്ത് തന്നെ പണിതാലും ദൈവം മനുഷ്യൻ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിൽ വസിക്കുന്നില്ല എന്നാണ് ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതേ കാര്യം തന്നെ പഴയ നിയമത്തിലും പറയുന്നുണ്ട്. യെശയ്യാവ് 66:1-2 ഇത് ദൈവമാണ് അവിടെ സംസാരിക്കുന്നത്. കാരണം സ്റ്റെഫാനോസിലൂടെ എല്ലാം ദൈവം തന്നെയാണ് സംസാരിക്കുന്നതെങ്കിലും ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യം ഇതാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെശയ്യാവ് 66:1-2 സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എൻ്റെ വിശ്രമസ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവത്തിന്റെ സിംഹാസനം, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പൊ ദൈവത്തിന് ഭൂമി എത്രമാത്രം ഉണ്ട് ഈ യൂണിവേഴ്സിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ? വളരെ 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 കാണാൻ പോലും പറ്റില്ല, മൈക്രോസ്കോപ്പിക് എന്ന് പറയാൻ പോലും പറ്റില്ല, അത്രയും. അപ്പൊ അതിന്റെ ഉള്ളിൽ യെരുശലേം എത്രമാത്രം ഉണ്ട്? അപ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ദൈവം ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ പറയോ? ഇല്ല. നമുക്കറിയാം യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്, ഒരു മാറ്റമില്ല. അവിടെ പറയുന്ന കാര്യം അത് തന്നെ, ഒരു മാറ്റം. പിന്നെ അത് മാത്രമല്ല, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്കോ ഒരു മാറ്റവും വരില്ല. ദൈവത്തിന്റെ വചനങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും, അവര് ബാബേൽ സാമ്രാജ്യത്തിലേക്ക് അവരെ അടിമകളായിട്ട് കൊണ്ടുപോയിട്ട്, അതായത് ദേവാലയം അന്നേരം പൊളിച്ച് ഇരമ്യാവിന്റെ എല്ലാം കാലഘട്ടത്തിൽ അടിമകളായി കൊണ്ടുപോയതിനു ശേഷം അവർ തിരിച്ചു വന്നതിന് ശേഷം ആ ദേവാലയം ഒന്ന് പുതുക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഹെരോദാവാണ് ശരിക്കും യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വലിയൊരു ദേവാലയം അവിടെ തീർപ്പാക്കിയത്. പക്ഷെ ആ ഒരു ദേവാലയത്തിന് എന്താ പറ്റിയത്? അതും AD 70 റോമൻകാര് തകർത്താണ്. ഇത് തകർക്കുന്നതിനേക്കാളും മുന്നേ തന്നെ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു ദേവാലയം തകരും. അതെ. പിന്നെ ദാനിയേലിലും അതേപോലെ പറയുന്നുണ്ട്. അതെ, അന്നേരം യഹൂദന്മാര് അവരോട്, അതായത് യഹൂദന്മാര് യേശുവിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഹെരോദാവ് പണിത ദേവാലയം 46 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് യേശു അവിടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ. പിന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഹെരോദാവിന്റെ ദേവാലയം AD 70 അത് നശിപ്പിക്കുന്നത് വരെയും അതിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ AD 70 റോമൻ സൈന്യം വന്ന് ജനറൽ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അത് നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചിന്തിക്കാനുള്ള എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണല്ലേ ഈ ദേവാലയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം കൽപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദേവാലയം തന്നെ എന്ന് നമുക്ക് പരിശോധിക്കാം. ശരിക്കും ഈ ഒരു ദേവാലയം ദൈവം
ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വളരെ ഭംഗിയിൽ പണിത ഒരു ദേവാലയവും ഇങ്ങനെ പണിതുകൊണ്ട് നിൽക്കുന്ന കാര്യവും ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചെന്ന് പറയുന്നത്, ദേവാലയത്തിൻ്റെ ഒരു നല്ല പണികൾ. ഇപ്പം യേശു പറയാണ്, ഇതിന്മേൽ കല്ല് പോലും ശേഷിക്കാതെ എല്ലാം നശിച്ചു പോകും. കാരണം യേശുവിൻ്റെ ഒരു ഫോക്കസ് പോലും എന്താണ്, ഈ ഭൗതികമായ ദേവാലയമല്ല. അല്ലാതെ യേശു അത് പറയുമ്പോ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടൊന്നുമല്ല പറയണത്. നിങ്ങൾ ഇതൊക്കെ കാണില്ല, ഇതൊക്കെ നശിച്ചു പോകും. അപ്പോ യേശുവിനറിയാം ഈ ഒരു ഭൗതികമായതിൽ നിന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് ആത്മീകമായതിലേക്കാണ്. അതെ. ഇപ്പൊ നമുക്ക് ദേവാലയത്തിന് മുൻപുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിലും ശലോമോൻ പണിത ദേവാലയത്തിലുമെല്ലാം അത് പണിത് തീർന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. അതായത് ദൈവത്തിന്റെ തേജസ് അതിൽ വന്ന് നിറഞ്ഞു. സമാഗമന കൂടാരത്തിലായാലും അത് പുറപ്പാട് 40:34 നിങ്ങൾക്ക് പോയി പരിശോധിച്ചു നോക്കാം. പിന്നെ ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് പറയുന്നത് 1 രാജാക്കന്മാർ 8:11. അവിടെ മേഘം വന്ന് തേജസ് വന്ന് നിറഞ്ഞപ്പോൾ പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അത് അവർ പുറത്തേക്ക് ഇറങ്ങണേ, കാരണം അത്രയും തേജസ് വന്ന് നിറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ മുഴുവൻ തേജസ്സും മുഴുവനായിട്ട് ദൈവം അതിൽ വന്ന് വസിക്കുകയാണ് ഉണ്ടായത്. ഇല്ല, ദൈവം അതിൽ വസിച്ചത് പോലും അതിന്റെ അകത്തല്ല, അതിന്റെ മേൽ. അതെ. ഇപ്പോ അവര് തിന്മ പ്രവർത്തിക്കുമ്പോ ദൈവം എന്താണ് പറയുന്നത്, അത് പുറത്തേക്ക് കൊണ്ടോ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിൽക്കണ്ട. പിന്നെ ദൈവം അങ്ങനെ ഒരു മന്ദിരത്തിൽ മുഴുവനായിട്ട് വസിക്കാൻ ദൈവത്തിന് സാധിക്കില്ലെന്നാണ് നമ്മൾ നേരത്തെ കണ്ട വാക്യങ്ങൾ അല്ലെ. സ്വർഗം എനിക്ക് സിംഹാസനം, ഭൂമി എനിക്ക് പാദപീഠം, നിങ്ങൾ എനിക്ക് പണിയുന്ന മന്ദിരം ഏതുവിധം, എൻ്റെ കൈ ഇതൊക്കെയും ഉളവാക്കി. എബ്രായർ 10:1 നമുക്ക് പോവാം. കാരണം ന്യായപ്രമാണ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ദേവാലയം, പൗരോഹിത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭൗതികമായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ. ആ ദേവാലയത്തിൽ അപ്പൊ ന്യായപ്രമാണ കാലഘട്ടത്തെ പറ്റി എബ്രായർ 10:1 എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്നൊന്ന് വായിച്ചു നോക്കാം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിഞ്ഞില്ല. കഴിവുള്ളതല്ല, അങ്ങനെയാണ് അവിടെ പറയുന്നത് എബ്രായർ 10:1. അപ്പോൾ വരുവാനുള്ള നന്മകളുടെ നിഴല് മാത്രമായിരുന്നു എന്ത്, ന്യായപ്രമാണം. അങ്ങനെയാണ് ബൈബിള് പറയുന്നത്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പഴയ നിയമത്തിലെ ദൈവം ഈ നിലനിൽക്കാത്തൊരു ദേവാലയം തരുന്ന കാര്യമാണോ പറയുന്നത്? അല്ല, ദൈവം ദാവീദിനടുത്ത് പറയുന്നുണ്ട് നാഥാൻ പ്രവാചകനിലൂടെ, അതെ, എന്നേക്കും നിലനിൽക്കുന്ന ഒരു ദേവാലയം അതെ പണി. ആര്? നിന്റെ മകൻ, നിന്റെ സന്തതി. ഇത് ആരെ പറ്റി പറയുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. ശലോമോൻ പണിത ദേവാലയവും എന്നേക്കും നിലനിന്നാ? ഇല്ല, ശലോമോൻ പണിത ദേവാലയം ബാബിലോൺകാർ വന്ന് തകർത്ത് കളഞ്ഞു. പിന്നെ ശലോമോന്റെ രാജ്യത്വവും എന്നേക്കും നിലനിന്നില്ല. ശലോമോന്റെ മകൻ വന്നപ്പോൾ തന്നെ ശലോമോന്റെ രാജ്യം 2 വിഭജിക്കപ്പെട്ടു രഹോബയാമിന്റെ കാലഘട്ടത്തിൽ. അതാണ് നമുക്ക് ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലെല്ലാം കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് 2 ശമൂവേൽ 7:12 താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കാം. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ടും നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്കു പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ദാവീദിന്റെ ആ ഒരു ഉറവിടത്തിൽ നിന്ന് വരുന്ന ആ ഒരു സന്തതിയുടെ രാജ്യത്വം ഉറപ്പാക്കും. രാജ്യത്വത്തിന്റെ കാര്യം ഉറപ്പാക്കുന്ന കാര്യം പറഞ്ഞു. ഇനി താഴത്തെ വാക്യം, അവൻ എൻ്റെ നാമത്തിൽ ഒരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, അവൻ്റെ ഒരു രാജ്യത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും, പിന്നെ അവനെനിക്ക് ഒരു ആലയം പണിയും. ഇതാരെ പറ്റിയാണ് പറയണത്? നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 9:6-7. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകിയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇതാരെപ്പറ്റിയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. ഇതാരെപ്പറ്റിയായിരിക്കും? ഇതിപ്പോ ഒരു സ്വാഭാവികവും ഒരു ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാനേ ഉള്ളൂ, ഇത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതെ. പിന്നെ സെക്രിയാവ് 6:12 അവിടെ എന്താണ് പറയുന്നത്? സെക്രിയാവ് 6:12 പറയുന്ന കാര്യത്തിന് മുൻപ് ഒരു കാര്യം കൂടി നമുക്ക് കാണാം. അതായത് ദാവീദിന്റെ വംശത്തിൽ, അപ്പൊ ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞത് ആരുടെ കാര്യമായിരുന്നു ശരിക്കും? അപ്പൊ
യേശുക്രിസ്തുവിന്റെ കാര്യം. കാരണം മത്തായി 1:1 കാണാൻ പറ്റും ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി, അതായത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഈ ഒരു വംശാവലി മത്തായി എഴുതുന്നതിന്റെ കാരണം തന്നെ എന്താണ്? യഹൂദന്മാരെയും ഇപ്പം നമ്മൾ വായിക്കുന്നവരെയും കാണിച്ചു തരാൻ. ആരുടെ സന്തതിയായിട്ടാണ് യേശുക്രിസ്തു ജനിച്ചത്? ദാവീദിന്റെ. ഇപ്പോ പലപ്പോഴും മത്തായില് ഒരു വംശാവലി യേശുക്രിസ്തുവിന്റെ, ലൂക്കോസിൽ വരുമ്പോ വേറെ വംശാവലി. അപ്പൊ പലരും പറയും, ഓ ബൈബിളില് വിപരീതമാണ് ഈ കാണിക്കുന്നത്. അതല്ല, നമുക്ക് മനസ്സിലാക്കി തരാനുള്ള മത്തായി ഉള്ളത് യോസഫിന്റെതും ലൂക്കോസിലുള്ളത് മറിയയിലുള്ളതും. ഇപ്പോ ജാതികളിൽ നിന്നൊരു വ്യക്തി ചിന്തിക്കുക, ഓ ഇത് രണ്ടും കോൺട്രഡിക്ഷൻ ആവാ. ഇപ്പോ യോസഫ് വിവാഹം കഴിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ മറിയ പ്രഗ്നന്റ് ആണ്. അപ്പോ മറിയ ഏത് ഗോത്രത്തിലുള്ളത്? നമ്മൾ ലൂക്കോസിൽ ചെന്ന് നോക്കുമ്പോ കറക്റ്റ് ആണ്. പല ആൾക്കാർക്കും വേണമെങ്കിൽ പറയാം, ഓ ശരിക്കും യോസഫ് ദൈവത്തിന്റെ അല്ലെ യേശുക്രിസ്തുവിന്റെ അപ്പനല്ലല്ലോ, അപ്പൊ ആ ദാവീദിന്റെ വംശത്തിലല്ലല്ലോ യേശു ജനിച്ചത്. പക്ഷെ മറിയയുടെ വംശാവലി നോക്കുമ്പോഴും നമ്മൾ എന്താ കാണുന്നത്? അത് നേരെ ദാവീദിന്റെ വംശത്തിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്, ലൂക്കോസിലുള്ളത്. അപ്പോ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് അതിനൊരു ഡൗട്ടില്ല, പക്ഷെ ഇത് നമുക്കും കൂടിയുള്ള കാര്യമാണ്. അതെ. അപ്പോ ആ ഒരു കാര്യത്തിന് ബൈബിളിൽ എവിടെ നോക്കിയാലും നമുക്കൊരു വിപരീതം കാണാൻ കഴിയില്ല. ഇനി സെക്രിയാവിലേക്ക് പോവാം അല്ലേ? അതെ, സെക്രിയാവിലേക്ക് നമുക്ക് തിരിക്കാം. അപ്പൊ ഈ ഒരു സന്തതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആ സന്തതി ദാവീദിന്റെ വംശത്തിൽ വരുമ്പോൾ അവൻ രാജാവായിരിക്കും അല്ലെ? പക്ഷേ സെക്രിയാവ് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി കണ്ണു തുറപ്പിച്ചു തരാൻ പോണാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്നു മുളച്ചു വന്നു യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവിടെ പറയുന്നുണ്ടാ, അവൻ തന്നെ യഹോവയുടെ. മുള എന്നുള്ള പുരുഷൻ ആരാണ്? യേശുക്രിസ്തുവാണ്. ഇപ്പോ ആ ഒരു മുള എന്ന് പറഞ്ഞാലേ ഇപ്പോ എബ്രായറിലുള്ളൊരു നസ്രത്ത് എന്നുള്ളൊരു അർത്ഥാണ്. നമുക്കറിയാം യേശുവിനെ എന്താണ് വിളിച്ചത്? നസ്രായനായ യേശു. അത് നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വായും. അവൻ സിംഹാസനത്തിൽ മഹാപുരോഹിതനായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രം ഉണ്ടാവും. അതെ. ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? സ്വതവേ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാ? ഒരു പുറത്തുള്ള ഒരാളല്ല, രാജാവാണ്. പക്ഷേ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വ്യക്തി ആരും കൂടി ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്? പുരോഹിതനും. അതെ, പുരോഹിതനും കൂടി ആയിരിക്കും. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ യേശുക്രിസ്തു രാജാവാണ്, ദാവീദിന്റെ വംശത്തിൽ വന്ന രാജാവ്. പക്ഷേ പുരോഹിതനും കൂടി ആയിരിക്കും. പക്ഷെ ഭൗതികമായി നോക്കിയാലോ യേശുക്രിസ്തുവിന് പുരോഹിതനാകാനായിട്ടുള്ള യോഗ്യത ഉണ്ടോ? അല്ല. നമ്മളിപ്പോ പഴയ നിയമം വായിക്കുമ്പോൾ പുരോഹിതനാവണമെങ്കിൽ മഹാപുരോഹിതനാണെങ്കിൽ പോലും അവരവന്റെ ഗോത്രത്തിലായിരിക്കണം, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിലുള്ളവനായിരിക്കണം. അപ്പൊ യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിലാണ് ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. അതെ, അവിടെ പുരോഹിത ഗോത്രമല്ല, അഹരോന്റെ സന്തതിയിൽ നിന്നല്ല യേശുക്രിസ്തു ജനിച്ചത്. അപ്പൊ എങ്ങനെയാണ് യേശുക്രിസ്തു പുരോഹിതനായെന്ന് ദൈവത്തിന് ഇതിനുള്ള ആൻസർ എന്നേ ദൈവം കൊടുത്തു എന്നറിയാമോ? കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. യഹൂദന്മാർക്ക് പോലും, കാരണം യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞവരല്ലേ, യഹൂദന്മാർക്ക് പോലും പറയാൻ പറ്റില്ല, ഓ യേശുക്രിസ്തു അഹരോന്റെ സന്തതിയിലല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് വിളിക്കുന്നത്? കാരണം അതിനുള്ള ആൻസർ ദൈവം മുൻപേ കൊടുത്തത് നമ്മൾ അതിശയിപ്പിച്ച് കളയും. കാരണം ഉൽപ്പത്തി 14:19 നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാം ഒരു വ്യക്തിനെ കാണുന്നുണ്ട്, മെൽക്കിസദേക്ക്. ആ മെൽക്കിസദേക്കിന് അബ്രഹാം 10 ദശാംശം കൊടുത്തു. ആ ദശാംശം കൊടുത്തപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു മെൽക്കിസദേക്ക്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു മെൽക്കിസദേക്ക്. നമ്മുടെ എബ്രായ ലേഖനം വരുമ്പോഴാണ് യേശുക്രിസ്തു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമായിരുന്നു മഹാപുരോഹിതനായത്. നമുക്ക് എബ്രായർ 5:10 ഒന്ന് വായിക്കാം, പെട്ടെന്ന് ഇത് കടന്നു പോവാം. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. 9 കൂടി വായിക്കാം. 8:9 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അപ്പൊ മെൽക്കിസദേക്ക് എപ്പോഴാണ് ഉണ്ടായത്? അബ്രഹാമിന് ഒരു മകനായ ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപ് തന്നെ മെൽക്കിസദേക്ക് അവിടെ ഉണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. കാരണം അബ്രഹാമിൽ നിന്ന് ജനിച്ച് ഇസഹാക്ക് വന്നതിന് ശേഷമാണ് യാക്കോബ് വന്നത്. യാക്കോബിൽ നിന്നാണ് ലേവി വന്നത്. ലേവിയൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അഹരോൻ ജനിച്ചത്. അഹരോന്റെ സന്തതിയിൽ നിന്നല്ലേ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരൊക്കെ വന്നത്. അപ്പൊ ഇതിനൊക്കെ മുൻപ് തന്നെ ആരുണ്ട്? മെൽക്കിസദേക്ക്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. അപ്പൊ നമ്മളെ കാണിക്കണത് എന്താ? യേശുക്രിസ്തു
എന്നേ പുരോഹിതനാണ്, എന്നേ മഹാപുരോഹിതനാണെന്നുള്ള കാര്യമാണ്. അത് സങ്കീർത്തനത്തിലും ഉണ്ടായിരുന്നല്ലോ ആ ഒരു വാക്യം. സങ്കീർത്തനം 110:4 അവിടെയും പറയാണ് ദൈവം ഒരു ഒറ്റയടിക്ക് യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനാക്കി കളയാം. അതല്ല, ദൈവം മുൻകൂട്ടിയെ ഈ യഹൂദന്മാർക്കാണെങ്കിലും വായിക്കുമ്പോൾ, നമുക്കാണെങ്കിലും വായിക്കുമ്പോൾ മനസ്സിലാവാം, ഇത് ഞാൻ ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല, ഞാൻ മുന്നേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. എബ്രായർ 6:20. അത് 6:19-20. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനായി തീർന്നത് യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് തുടർന്ന് എബ്രായ ലേഖനം മുഴുവനും വായിച്ചു നോക്കുക. പഴയ നിയമത്തിലെ പല നിഴലുകളും നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കാണിച്ചു തരും. ഇതിന്റെ നിഴലായിരുന്നു. ഈ അഹരോന്റെ സന്തതിയും മഹാപൗരോഹിത്യവും എല്ലാം ഇതിന്റെ നിഴലായിരുന്നു എന്നെല്ലാം എബ്രായ ലേഖനം വളരെ വ്യക്തമായിട്ട് നമ്മളെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ ആ ഒരു മിൽക്കിസദേക്കിനെ പറ്റി അവിടെ പറയുന്നതും ശാലേം രാജാവും, മിൽക്കിസദേക്ക് രാജാവുമാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമാണ്. ഈ മിൽക്കിസദേക്കിനെ പറ്റി നമുക്ക് ഇപ്പോൾ സിൽവാൻസ് പറഞ്ഞതുപോലെ എബ്രായ ലേഖനം 7 വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരാണെന്ന്. കാരണം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവന് ആരംഭവും ഇല്ല അവസാനവും ഇല്ല. അതാരാണ്? ഒരേ ഒരു ആളേ ഉള്ളു, ആരംഭവും അവസാനവും ഇല്ലാത്ത. നിങ്ങൾക്കത് ഒന്ന് കണ്ണു തുറന്ന് നോക്കുക, നിങ്ങൾ തന്നെ അത് പരിശോധിക്കുക. ഓക്കെ, എബ്രായർ 4:14 മുതൽ 16 വരെ ഒന്ന് വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കാര്യം, ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട്, ആകയാൽ ദൈവപുത്രനായ യേശു, ഇതും നമ്മളെ കാണിക്കുന്നത് എന്താണ്? ഇത് ഞങ്ങൾ 2-3 വാക്യങ്ങൾ എക്സ്ട്രാ എടുത്തു. കാരണം നമുക്ക് കാണാൻ വേണ്ടി യേശുക്രിസ്തു പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതനാണ്. ആ മഹാപൗരോഹിത്യം നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്രയും വാക്യങ്ങൾ ഉപയോഗിച്ചത്. പഴയ നിയമത്തിലെ ദേവാലയം അതിപ്പോ നമുക്ക് മനസ്സിലായി എന്തിലേക്കാണ് കാണിക്കുന്നത്? അത് നിത്യമായ സത്യകൂടാരത്തിലേക്ക്. ഇപ്പോ പുരോഹിതന്മാരുടെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണിക്കുന്നത്? അതെ, യേശുക്രിസ്തു സത്യം, അതായത് മഹാപുരോഹിതൻ, ശരിക്കും യഥാർത്ഥമായ മഹാപുരോഹിതൻ. അവൻ അഹരോന്റെ സന്തതിയിൽ ജനിച്ചതുകൊണ്ടല്ല. യേശുക്രിസ്തുവിന് ഭൗതികമായ ഒരിക്കലെങ്കിലും ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഭൗതിക ഹെരോദാവിന്റെ ദേവാലയം വരുന്ന അന്നവിടെ അതിൽ പ്രവേശിക്കാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞില്ല, കാരണം യോഗ്യതയില്ലായിരുന്നു. ഇപ്പോ പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത്, യേശു ദേവാലയത്തിൽ കടന്ന് അത് ജനങ്ങൾക്ക് പരിസ്ഥിതിയാണ്, ജനങ്ങൾക്ക് കയറുവാൻ പാടുള്ള സ്ഥലത്ത് മാത്രമാണ് യേശു എന്നത്. അല്ലാതെ പുരോഹിതന്മാര് ചെന്ന് ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥലത്തൊന്നും യേശുവിന് കടക്കാൻ പറ്റൂല. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമപ്രകാരം പുരോഹിതന്മാർ. അത് നിങ്ങൾക്ക് പോയി പരിശോധിച്ചു നോക്കാം, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സത്യകൂടാരത്തെ പറ്റി. എബ്രായർ 9:11 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം, യേശുക്രിസ്തു ഒരു ദേവാലയത്തിൽ കടന്നു എന്നവിടെ പറയണില്ലേ? അതായത് സത്യകൂട്, ഈ ഒരു കൈപ്പണിയല്ലാത്തതായി ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ഒരു കൂടാരത്തിൽ കൂടി യേശുക്രിസ്തു കടന്നു ഓൾറെഡി. അതാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഇനി ഒരു വാക്യം കൂടി വായിക്കാം. നിങ്ങൾക്കിത് ഞങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമുണ്ടോ? ശരിക്കും വളരെ വ്യക്തമായിട്ട് നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. എബ്രായർ 8:1 കൂടി നമുക്ക് വായിക്കാം. 8:1-2 നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആരാണ് സ്ഥാപിച്ചത് ആ സത്യകൂടാരം? കർത്താവ് യേശുക്രിസ്തുവാണ് അത് സ്ഥാപിച്ചത്. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര കണക്റ്റിംഗ് ആയിട്ടാണ് പോണത് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറഞ്ഞ കാര്യം. അതെ,
ദൈവ ആ ഒരു ആലയം ആരാണ് പണിയാൻ പോകുന്നത്? അവന്റെ മകൻ, അതായത് നിന്റെ സന്തതി യേശുക്രിസ്തുവാണ് ആ ദേവാലയം പണിതത്. അതായത് യെശയ്യാവ് 9:6-7 നമ്മൾ അത് തന്നെയാണ് കണ്ടത്. അപ്പൊ കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ മോശ പോലും അവരോട് പണിയാൻ പറഞ്ഞ ദേവാലയം എന്താ പറയുക, സമാഗമന കൂടാരം, അതെ, അത് ദൈവം പറയുന്നുണ്ട് നിനക്ക് ഞാൻ പർവ്വതത്തിൽ കാണിച്ച് അതിന്റെ മാതൃക പ്രകാരം ചെയ്യാനേ. ഇപ്പോ മോശ സ്വാഭാവികമായിട്ട് പർവ്വതത്തിൽ ഒരു കാര്യം കണ്ടിരിക്കും. ഒന്ന് എബ്രായർ ലേഖനം 8:5 വാക്യം ഒന്ന് വായിക്കാം. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്കു കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്നു അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വർഗീയമായ കാര്യത്തിൽ നിന്നിൻ്റെ ഒരു നിഴല് മാത്രമാണ് അവരവിടെ ശുശ്രൂഷ ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മളെന്താണ് ബൈബിളിൽ കാണുന്നത്? യേശു സ്വർഗീയമായ തന്നെയാണ് സത്യകൂടാരം. നമുക്കൊരു കാര്യം ഇവിടെ ഈ വായിച്ചതിൽ കാണാം. ഈ ഒരു എബ്രായ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ ഹെരോദാവിന്റെ ദേവാലയം അവിടെ ഉണ്ട്. അവിടെ അവർ തുടർന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ? യാഗങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ അഹരോന്റെ സന്തതിയിലുള്ള പുരോഹിതന്മാർ അതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇതെല്ലാം ധൂപപീഠം അത് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കണം. കാഴ്ചയപ്പത്തിന്റെ മേശയിൽ അപ്പം എല്ലാ ആഴ്ചയിലും മാറ്റുന്നു. യാഗങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ, നിലവിളക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? പർവ്വതത്തിൽ കാണിച്ചതിന്റെ മാതൃക പ്രകാരമുള്ള കാര്യങ്ങളിൽ, അത് ദൃഷ്ടാന്തത്തിലുള്ള കാര്യങ്ങൾ, നിഴലുകളിൽ മാത്രമാണ് അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എപ്പോഴാണ്? പുതിയ ഉടമ്പടി വന്നതിന് ശേഷവും അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഴയ ഉടമ്പടിയിലെ കാര്യങ്ങൾ. ഇപ്പോ യേശുവിന്റെ ഒരു മരണത്തില് കൂടാരത്തിന്റെ ഒരു തിരശ്ശീല പോലും കീറിപ്പോയി. അവര് പിന്നെ അത് കാര്യമാക്കാതെ അത് തുന്നി അവരവരുടെ കാര്യം ചെയ്യുന്നു. പക്ഷേ യേശു അവരോട് പോലും ചെയ്തിനെ, ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. അപ്പോ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഹെരോദ് പറഞ്ഞ കാര്യം നീ എങ്ങനെ, അത് അവരത് മനസ്സിലാക്കിയില്ല. പക്ഷെ നമുക്കിന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വചനത്തിൽ വളരെ വ്യക്തമാണ്. നമ്മൾ ഇന്ന് ഒരു ഭൗതികമായ ഒരു മന്ദിരത്തിൽ പോയി സമർപ്പിക്കുന്ന യാഗങ്ങളിൽ ദൈവം അത് സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ദൈവം പറഞ്ഞതാണ് പഴയ നിയമത്തിൽ, പക്ഷെ അതൊരു നിഴല് മാത്രമായിരുന്നു. കാരണം എബ്രായർ 10:4 കാണാം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല എന്നവിടെ വ്യക്തമായിട്ടാണ് അവിടെ പറയുന്നിരിക്കുന്നത്. കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പൊ ഈയിടക്ക് ഒരു യാഗം അവിടെ സമർപ്പിച്ചു, ഒരു ചുവന്ന പശുക്കിടാവിന്റെ. സംഖ്യാപുസ്തകത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അവരത് അവിടെ ചെയ്തു. എന്തിനു വേണ്ടി? ദൈവം അത് ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോ യേശുവിന്റെ ഒരു യാഗം പോലും ഇപ്പോ അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് അവന്റെ രക്തത്താൽ നമ്മളുടെ പാപങ്ങളിൽ നിന്ന് ഒരു വിമോചനം ഉണ്ട്. അതെ, നമ്മളെ എല്ലാ പാപങ്ങളും കഴുകി നമ്മളെ ശുദ്ധരാക്കി മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് പറ്റും. അതെ, അങ്ങനെ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടും നമ്മൾ നിരന്തരം പോയി യാഗർപ്പിക്കുക. അതിൽ പിന്നിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? അതെ, എബ്രായർ 9:26 തുടങ്ങി ഒന്ന് വായിക്കാം. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്, ഒരിക്കൽ പ്രത്യക്ഷനായി സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, യേശുക്രിസ്തുവിന്റെ ആ ഒരു ശ്രേഷ്ഠമേറിയ യാഗത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാവും. ഇവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച, രണ്ടാമത് ഇപ്പം പറഞ്ഞ ദേവാലയത്തിൽ എതിർ ക്രിസ്തു വന്ന് വായും, പിന്നെ 1000 ആണ്ട് യേശു പിന്നെയും വന്നിട്ട് 1000 ആണ്ട് അവിടെ വായും, പിന്നെയും ന്യായവിധിക്ക് പിന്നെയും വരും. 3 ഇവിടെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. 2 കാരണം ഇനിയൊരു വരവുണ്ടെങ്കിൽ അത് ഓരോരോ വ്യക്തികളും ചെയ്ത കാര്യങ്ങൾക്ക് ന്യായവിധിക്ക് വേണ്ടി മാത്രമാണ്.
നമുക്കതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കണ്ടു. കാരണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിലെ പൗരോഹിത്യവും പുതിയ നിയമത്തിൽ ആരാണ് യഥാർത്ഥ മഹാപുരോഹിതൻ, യഥാർത്ഥമായ മഹാപുരോഹിതന്റെ നിഴലുകൾ മാത്രമായിരുന്നു പഴയ നിയമത്തിലുണ്ടായ അഹരോന്റെ സന്തതി. പിന്നെ അതുമാത്രമല്ല, യാഗങ്ങൾ, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമേറിയ എന്നേക്കുമുള്ള പാപപരിഹാര യാഗത്തിന്റെ നിഴലുകൾ മാത്രമായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്ന ആ ഒരു മൃഗയാഗങ്ങൾ. അതൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല. ദൈവം അത് സ്വീകരിക്കുന്നില്ല, അത് ദൈവം അവരോട് കൽപ്പിക്കുന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് നോക്കാം. അപ്പൊ ദൈവത്തിന് വസിക്കുവാനായിട്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങൾ വേണ്ട. ഇല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ദൈവം സത്യകൂടാരം പണിത്. അപ്പോൾ ഇപ്പോൾ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ഇനി നമുക്കത് വളരെ വ്യക്തമായി വചനത്തിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ടോ? പിന്നെ വചനത്തിൽ അതിൽ ആൻസർ ഇല്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് ബൈബിൾ വിശ്വസിക്കുന്നത്? അതെ, കാരണം ദൈവം നമുക്ക് മനസ്സിലാവുന്ന കാര്യത്തിലാണ് എല്ലാം ഒരുക്കിയത്. നമുക്ക് 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് വാക്യങ്ങളേ ഉള്ളത്. ഈ കുറച്ച് വാക്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ എന്താണ് ദൈവം ഇന്ന് വസിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മന്ദിരം എന്ന് നമുക്ക് കണ്ടെത്താം. അത് മനുഷ്യൻ നിർമ്മിച്ചതല്ല, ദൈവം തന്നെ പണിതതാണ്. 1 കൊരിന്ത്യർ 3:16 വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും, മന്ദിരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ടെമ്പിൾ എന്നാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇവിടെ ആരെ കുറിച്ചാണ്? സഭേനെ കുറിച്ചാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അവിടെ എന്തെങ്കിലും മനസ്സിലായ്മ കുറവുണ്ടോ? വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും. അതേപോലെ 1 കൊരിന്ത്യർ 6:19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങൾ വിലക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇവിടെയും വളരെ വ്യക്തമായിട്ടല്ല പറയുന്നത്, ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുകയാണ് ആ പരിശുദ്ധാത്മാവ്. മന്ദിരമാണ് നമ്മളുടെ ശരീരം. നമ്മൾ ഓരോ വ്യക്തികളുടെയും, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവം തന്നെ. നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആരാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് അതുപോലെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പലരും പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായി കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ദൈവം തന്നെ 100% ദൈവമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വസിക്കുന്നത്. അത് പഴയ നിയമത്തിൽ പോലും ആ ഒരു ദേവാലയത്തിൽ ദൈവം പൂർണ്ണമായി വസിച്ചിരുന്നു? ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ക്രിസ്ത്യാനി മനുഷ്യന്റെ കൈയാൽ സൃഷ്ടിക്കപ്പെട്ടവനല്ല, അല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. യോഹന്നാൻ 1:13 അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, പക്ഷെ ദൈവത്തിൽ നിന്നാണ് ജനിച്ചത് എന്നാണ്. ദൈവം തന്നെയാണ് ദൈവത്തിന് വേണ്ടി ആ ഒരു മന്ദിരം പണിതിരിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ കാണാം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളും പിന്നെ അതുപോലെ കൂടാരവും, അതിലൊന്നും ദൈവം പൂർണ്ണമായി വസിച്ചിരുന്നില്ല. അതെല്ലാം നിഴലുകൾ മാത്രമായിരുന്നു. ഈ 1 കൊരിന്ത്യർ 3:17 വാക്യം ഞാൻ സ്കിപ്പ് ചെയ്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിനെ കാണുന്നത് നോക്കിയേ, ഒരു സഭയെ എങ്ങനെ കാണുന്നതെന്ന് നോക്കിയേ. ദൈവത്തിന്റെ മന്ദിരം പഴയ നിയമത്തിൽ അവര് എപ്പോഴും അത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണമായിരുന്നു അവരാലയം. പക്ഷേ ഈ ഒരു ദൈവത്തിന്റെ ആലയമായ ഈ ഒരു ശരീരം നമ്മളെങ്ങനെ സൂക്ഷിക്കണം? ദൈവം അത് വിശുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ശരീരം നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെയും നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. കാരണം അത് വളരെ പ്യൂറായിട്ട്, അത് പുറമേ നമ്മൾ കുളിച്ച് സൂപ്പറാക്കി ജീവിക്കാനല്ല, അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്ന കാര്യങ്ങൾ പോലും, അതായത് നമ്മുടെ ചിന്തകളും നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും, ഇതെല്ലാം വളരെ ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളായിരിക്കണമെന്നാണ് ദൈവം നമ്മളെ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഇതെത്ര നല്ലതാണ്. ദൈവം നമ്മൾ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം വിശുദ്ധിയുള്ള ജീവിതം ജീവിക്കും. അതെ, ഇപ്പൊ പഴയ നിയമത്തിൽ പോലും ദൈവം അവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിച്ചു അല്ലേ? അവരോട് ആ സമാഗമന കൂടാരം എവിടെ വെക്കണമെന്ന്, അവരുടെ മധ്യേ നിൽക്കണമെന്നാണ്. പക്ഷെ അവരുടെ പാപങ്ങൾ കണ്ടപ്പോ എന്തായി ദൈവം പറഞ്ഞു, പുറത്തേക്ക്, എനിക്ക് ഇവരുടെ നടുവിൽ നിൽക്കണ്ട, ഇത്രയും അധർമ്മമുള്ള ഒരു ജനത്തിന്റെ നടുവിൽ. പക്ഷെ ഇപ്പോഴോ ദൈവം ഉള്ളിലാണ് വസിക്കുന്നത്. കാരണം ഒരു ക്രിസ്ത്യാനിയെ ദൈവം വിശുദ്ധനാക്കി, അവന്റെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു സ്നാനത്തിൽ. അതെല്ലാം നിങ്ങൾക്ക് വേറെ വീഡിയോകളിൽ പരിശോധിക്കാം, ചാനലിലുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഈ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അതെ, കാരണം ഇതെല്ലാം ബേസിക്കായ ഒരു കാര്യമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ മനസ്സിലാക്കാം? ശരിയാണല്ലേ, കള്ളപ്രവാചകന്മാർ അനവധിയാണ് ലോകത്തിൽ. പക്ഷേ ആ കള്ളപ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് പരിശോധിക്കാനായിട്ടാണ് നമുക്ക് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് നമ്മൾക്കൊരു ഒഴികഴിവുകൾ ഒരു എക്സ്ക്യൂസും ഇല്ല. നമ്മൾ വചനം പരിശോധിക്കുക. ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് എന്നൊരു ക്രിസ്ത്യാനിയിലാണെന്ന് ദൈവം പറയുമ്പോൾ വേറൊരാൾ പറയുകയാണ് അവിടെ ഒരു ദേവാലയം പണിയപ്പെടാൻ പോകുന്നു. എന്തിനാണ് ദേവാലയം? ഇസ്രായേൽ മക്കളെ വീണ്ടും എന്താണ് ജാതികളുടെ മേലെ എല്ലാവരുടെയും മേളിൽ നിർത്തണം, അതൊക്കെയാണോ ദൈവത്തിന്റെ പദ്ധതി? അല്ല. നിങ്ങൾക്കത് പോയി പരിശോധിച്ച് നോക്കാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടി നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2 കൊരിന്ത്യർ 6:16 ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവം എത്രയോ ശ്രേഷ്ഠമായ ഒരു സംഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ആലയം ക്രിസ്ത്യാനികളാണ്, അതായത് സഭയാണ് എന്ന് വളരെ വ്യക്തമായിട്ടാണ് അവിടെ. അപ്പൊ ദൈവത്തിന്റെ ആലയം പണിതോ? ഇപ്പോ നമുക്ക് ഇപ്പോ ആമോസ് 9:11 തൊട്ട് 15 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചാണ്. ദാവീദിന്റെ വീണുപോയ കൂടാരം അത് ദൈവം പണിതു എന്ന് അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ യാക്കോബന് വളരെ വ്യക്തമായിട്ടാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴും പലർക്കും മനസ്സിലാകാത്തത് എന്തെന്ന് നമുക്ക്, കാരണം അത് കൂടുതലായിട്ട് ഈ വചനത്തിൽ ബേസിക്കായി പറഞ്ഞ കാര്യങ്ങൾ അത് വിശ്വസിക്കാതെ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഫുട്ബോളെല്ലാം കളിക്കുമ്പോൾ ബേസിക്കായ ഒരു കാര്യമാണ് ജസ്റ്റ് പാസ് ചെയ്യുക, ബോൾ വാങ്ങുക, പാസ് ചെയ്യുക, ബോൾ വാങ്ങുക, പാസ് ചെയ്യുക. അതൊരു ബേസിക്കായ കാര്യമാണ്. അത് പഠിക്കാതെ എനിക്ക് വേറെ കാര്യം ചെയ്യണം, എനിക്ക് വലിച്ചാതെ അടിക്കുന്ന പഠിക്കണം. മെയിനായ കാര്യം അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കായ കാര്യം അത് വിശ്വസിക്കാൻ പറ്റാതെ പിന്നെ എനിക്ക് വെളിപ്പാട് പുസ്തകത്തിലുള്ള ഈ കാര്യം അറിയണം. പലരും പറയുന്ന കാര്യമാണ്. ആദ്യം രക്ഷയെക്കുറിച്ച് ദൈവം ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം ഒരു സ്ഥലത്ത് എന്താണ് ആനന്ദാതിരേക സംഭവിക്കും, എതിർ ക്രിസ്തു വരും, 1000 ആണ്ട് വാഴ്ച ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് രക്ഷയെക്കുറിച്ച് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി രക്ഷിക്കപ്പെടും എന്ന് പഠിപ്പിച്ചാൽ അത് വചനപ്രകാരം എത്രമാത്രം തെറ്റാണ്. കാരണം വചനപ്രകാരം രക്ഷ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ചെയ്തവരെ കുറിച്ചുള്ള ഉദാഹരണങ്ങളും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വചനപ്രകാരമാണോ എന്ന് പരിശോധിച്ചു നോക്കുക. കാരണം അതിൽ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തെല്ലാം ശരിയായെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ദൈവം തന്നെ ഓരോ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ രീതിയിൽ അവർ രക്ഷ പ്രാപിക്കുക, അത് അതേപോലെ തന്നെ അനുസരിക്കുക. അതിലൊരു വള്ളിയോ പുള്ളിയോ തെറ്റിക്കരുത്. കാരണം നമ്മൾ നേരത്തെ വായിച്ചൊരു വാക്യം അതിൽ ഓർമ്മ വന്നില്ലേ? കാരണം അവൻ പാപം കൂടാതെ എന്തിനു വേണ്ടിയാ പ്രത്യക്ഷപ്പെടാൻ പോണേ? രണ്ടാമതേ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി രണ്ടാമതേ അവൻ പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും. കാത്തു നിൽക്കുന്നവരാകാൻ നമ്മൾ അത്രയും അധികം വചനത്തിലേക്ക് തന്നെ നോക്കുക. അല്ലാതെ എന്താണ് പാസ്റ്റർ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ത് പറയുന്നു, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഈവൻ നമ്മൾ പറയുന്ന കാര്യമാണെങ്കിൽ പോലും അതെ, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വചനപ്രകാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ബൈബിളിൽ തന്നെ പത്രോസ് പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി ആരെങ്കിലും ചോദ്യം ചെയ്താൽ സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കാന്ന് 1 പത്രോസ് 3:15 പറയും. ശരിയാണ്. കാരണം സത്യമായത് ഒരിക്കലും പരിശോധനയെ ഭയപ്പെടുകയില്ല. ഇപ്പോ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈവൻ നമ്മളത് ശരിയല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കൺഫേം ചെയ്യില്ലേ? ഇപ്പോൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആരെങ്കിലും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, ഓ ഇവിടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ കാണിക്കുന്ന നമ്മള് നിത്യമായ കാര്യങ്ങളിൽ, അതായത് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വരാനുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മളുടെ പേര് വരാതിരിക്കുവാനുള്ള കാരണങ്ങൾ നമ്മൾ ഇത് അനുസരിക്കാതിരിക്കുമ്പോഴാണ്. അപ്പൊ അത്രയും അധികം നമ്മൾ എത്ര ജാഗ്രതയോടെ എത്ര കെയർഫുൾ ആയിട്ട് വേണം ദൈവത്തിന്റെ വചനത്തിലോട് നമ്മുടെ ജീവിതം വെച്ച് പരിശോധിക്കുവാൻ. ഞാനിത് ഇങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത്, ഇത് തന്നെയാണോ അനുസരിക്കുന്നത്? കാരണം ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എത്ര പരിശോധിക്കുന്നവരാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് എഫേസ്യർ 2:19 മുതലൊന്ന് വായിച്ചു നോക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും ദൈവത്തിന്റെ ആലയം പണിതു. ഓക്കെ,
ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്നു കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ ദൈവം വസിക്കുവാനായിട്ട് ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞ ഉപദേശങ്ങളിലാണ് ഇന്ന് സഭ പണിയപ്പെടേണ്ടത്. അല്ലാതെ ഞാൻ ഇടയ്ക്കൊരു കാര്യം കേട്ടു, അതായത് അപ്പോസ്തലന്മാരും ഇവരൊന്നും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നീട് വന്നവർക്ക് ദൈവികമായ ദർശനങ്ങൾ ലഭിച്ച് അവരാണ് ഇത് പറഞ്ഞത്. അത് നമ്മൾ കേൾക്കണോ? ശരിക്കും അപ്പോസ്തലന്മാര് ഒരു കാര്യം പറഞ്ഞു. അപ്പോസ്തലന്മാർ ഇപ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി ഞങ്ങളാകട്ടെ ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് തന്നെ പിന്നെയും ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഒന്ന് ചിന്തിച്ച്, അത് അത്രയും ഗൗരവമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വചനത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യം ജീവനും ഭക്തിക്കും ഉള്ളത് ദൈവം നൽകിക്കഴിഞ്ഞ് ഇനി ഇത് പോരാ, ദൈവം വേറൊരാളെയും കൂടിയും ഇദ്ദേഹം പറയുന്നതും കൂടി കേൾക്ക് എന്ന് ദൈവം അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി പറയും. അതെ, ഇല്ല, ദൈവം പറയുന്ന അപ്പോസ്തലന്മാരാലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറഞ്ഞ അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യാനിയാണോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടത്. ഞാൻ ക്രിസ്ത്യാനിയാണോ? ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെയാണോ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്? അല്ലാതെ ഞാൻ മനുഷ്യൻ പറഞ്ഞ വഴിയിലാണ് നമുക്ക് പരിശോധിക്കാൻ. അതിനാണ് ദൈവം ഇന്ന് പല ഭാഷകളിലും പല ആൾക്കാരും കഷ്ടതയിലൂടെ കടന്നുപോയിട്ട് പോലും വചനം നമ്മുടെ കയ്യിൽ ആദ്യമായി പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം പോലും ബൈബിളാണ്. കാരണം എല്ലാം ദൈവം ഒരുക്കിയത്. ഇന്ന് ഫോണുകളിൽ പോലും, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഫോണുകളാണ്, ഫോണുകളിൽ പോലും ദൈവം വചനം ബൈബിള് ഇന്ന് നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വചനത്തിലൂടെ നമുക്ക് തന്നെ നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ വായിക്കുമ്പോൾ വിശ്വസിച്ചവരോട് പത്രോസ് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ മറ്റൊരു വ്യക്തി പറയുന്ന, നീ ഹൃദയം കൊണ്ട് വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പം നമുക്ക് ചിന്ത ഉണ്ടാവില്ലേ, ഇവിടെ വിശ്വസിച്ച ഒരു വ്യക്തികളോട്, ക്രിസ്തുവിൻ്റെ പുറത്തുള്ള വ്യക്തികളോട് പത്രോസ് ഇതാണ് പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം എന്താണ് നമ്മളോട് പറയുന്നത്? വിശ്വസിച്ചാൽ മാത്രം മതി. ഓൾറെഡി വിശ്വസിച്ചവരാണ് പറഞ്ഞത്, സഹോദരന്മാരെ പുരുഷന്മാരെ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് ഒരിക്കലും പറയത്തില്ല വായ കൊണ്ട് ഏറ്റു പറയും. കാരണം രക്ഷക്കായി വായ കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടുന്നത് റോമൻ ലേഖനത്തിലാണ് പറയുന്നത്. റോമനിലുള്ളവർ ഓൾറെഡി വചനം അനുസരിച്ചവരാണ്, അവര് സഭയിലുള്ളവരാണ്. അവർക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെ, അതൊന്നാമത് നമ്മൾ അതിനെ എഫേർട്ട് ഇടുന്നില്ല. നമ്മളുടെ രക്ഷയെ കുറിച്ചുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ദൈവത്തിന് മുമ്പൊക്കെ നമുക്കൊരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. അത് അത്രയും ഗൗരവമായ ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാതെ ഒരു വ്യക്തിക്കും ക്രിസ്ത്യാനി എന്ന് പറയാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാതെ ഒരു വ്യക്തിക്കും, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ആലയമാകുവാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമായിട്ട് നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ആരുടെ ആത്മാവ് ഉണ്ടാവണം? ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ നമ്മളത് ഉറപ്പ് വരുത്തണം. അതെ, അല്ലാതെ നമ്മൾ ദേവാലയം പണിയുന്നത് കാത്തുക്കലോ അല്ലെങ്കിൽ ഇന്നത് എതിർ ക്രിസ്തു വരുന്ന കാത്തുക്കോ അല്ല. നമ്മൾ യേശുവിൻ്റെ വരവ് വരെ വിശ്വാസത്തോടെ ജീവിക്കുക. അത് നമുക്ക് എപ്പെന്നറിയില്ല. അതെ, ഇന്ന് വേണമെങ്കിൽ ഇന്ന് വരാം, നാളെ വരാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാം. നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് വചനപ്രകാരം നമ്മളെ തന്നെ ഒരുക്കുക എന്നതാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യം ആമോസ് അല്ലേ, ആമോസ് പ്രവചിച്ച കാര്യം, ദാവീദിന്റെ വീണുപോയ കൂടാരം പണിയപ്പെടുമെന്നുള്ള കാര്യം, അത് നിറവേറിയോ ഇല്ലയോ? അത് നിറവേറി. അപ്പോസ്തലപ്രവൃത്തി 15:15 വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമാണ്. അതെ, നമുക്ക് 14-15 വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 15:14-15. സഹോദരന്മാരെ, യാക്കോബാണ് ഇവിടെ പറയുന്നത്, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി
ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ശീമോൻ എന്ന് പറഞ്ഞാൽ പത്രോസിനെയാണ് പറയുന്നത്. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. ജാതികളെ വിളിച്ചതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഇത് ഒന്ന് ചിന്തിച്ചു നോക്കിയ, ശേഷിച്ചവരും എൻ്റെ നാമത്തെ വിളിക്കും. ഇതൊരു ഭൗതിക ഒരു ആലയത്തെ പറ്റി അല്ല ഇവിടെ പറയണത്, അല്ല, ജനത്തെ പറ്റിയാണ്. അതായത് കർത്താവിന്റെ നാം വിളിച്ച് അപേക്ഷിക്കുന്നതായ ജാതികളെ കുറിച്ചും ആ ഒരു കൂടാരം ദാവീദിന്റെ ഇപ്പൊ ശീമോൻ പോയി ജാതികളിലേക്ക് സുവിശേഷം എത്തിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ഒരു ദേവാലയം പണിതാൽ പോലും അതില് ജാതികൾക്ക് കയറാൻ പറ്റൂ? ഇല്ല. പഴയ നിയമത്തിലെ ദേവാലയത്തിൽ ജാതികൾക്ക് പ്രവേശനമില്ല. ഒന്നാമതെ ഇസ്രായേൽ മക്കൾക്ക് പോലും എല്ലാവർക്കും പ്രവേശനം ഇല്ലതില്ല. കാരണം പുരോഹിതന്മാർക്ക് മാത്രമാണ് ദേവാലയത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് പക്ഷേ പുതിയ നിയമപ്രകാരം ക്രിസ്ത്യാനികളെ പുരോഹിതന്മാരാക്കി ദൈവം. ആ ഒരു കാര്യമാണ് യാക്കോബ് അവിടെ പറഞ്ഞത്. ദൈവം ഇപ്പൊ എബ്രാഹിമിന് കൊടുത്ത വാഗ്ദത്തം, നിന്നിലൂടെ ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ഒരു ലക്ഷ്യം, ഇസ്രായേൽ ജനം. അതിപ്പോ ഇതിനെപ്പറ്റി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം 1 പത്രോസ് 2:9 കാണാം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും എന്ന് ക്രിസ്ത്യാനികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്കിത് വളരെ വ്യക്തമായിട്ടാണ് വചനത്തിലുള്ളത്. ഞങ്ങൾ അധികം ഇത് നീട്ടുന്നില്ല. നമുക്ക് ആദ്യം നമ്മളൊരു വാക്യം വായിച്ചില്ലേ, ആ ഒരു ദേശത്തെ പറ്റി, നിനക്കും നിന്റെ സന്തതികൾക്ക് ഇത് ശാശ്വത അവകാശമായി, എന്നേക്കുമുള്ള ഒരു അവകാശമായി നൽകുന്ന അബ്രഹാമിനോട് ആ ദേശത്തെ പറ്റി പറഞ്ഞില്ലേ. പക്ഷെ ഈ അബ്രഹാം പോലും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഇന്ന് പലരും പറയുന്നത്, ലോകാവസാനത്തിന് മുമ്പേ ദൈവം അവരുടെ ആ ഒരു ദേശം സ്ഥിരമാക്കും. പക്ഷേ എബ്രഹാം പോലും അതല്ല. നമ്മൾ എബ്രായ ലേഖനം 11 പോകുമ്പോൾ കാണുന്നത് വ്യത്യാസമാണ്. നമുക്ക് വായിച്ചു നോക്കാം. എബ്രായർ 11:10-11. ദൈവം ശില്പിയായി, അതായത് അബ്രഹാമിനെ കുറിച്ചാണ്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പൊ അബ്രഹാം കാത്തിരുന്നത് ഒരു ഭൗതിക ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണോ? അല്ല. ഇവിടെ പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള ഒരു നഗരത്തിനായി അബ്രഹാം എന്ത് ചെയ്തു? കാത്തിരുന്നു. അല്ലാതെ ഒരു കാനാൻ ദേശം, അല്ലെങ്കിൽ ആ കാനാൻ ദേശത്ത് ഒരു എരിശിലേമിൽ ഒരു ദേവാലയം, ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അബ്രഹാം കാത്തിരുന്നത്. അബ്രഹാമിന് പോലും അന്നൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഇന്നത്തെ ജനം, അബ്രഹാമിന് എന്തുമാത്രം വചനം ഉണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു, കുറച്ചറിവും കൊണ്ട് അബ്രഹാം പോലും എന്താണ്, കാണാത്ത കാര്യങ്ങളെ, നിത്യമായ കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. പക്ഷേ ഇന്നത്തെ ജനമോ ഒരു ഭൗതികമായ ഒരു ദേവാലയം പണിയും. അപ്പോൾ അവിടെ ഇപ്പോഴേ അവർ യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരെണ്ണം ഞാൻ ഈയിടക്ക് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, അവരൊരു ഉപദേശം പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വചനത്തെ അല്ല മുട്ടി കൊണ്ട് അടിച്ചടിച്ചടിച്ച് അതിന് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലേ, അതിനനുസരിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ ഒരു ഭൗതികമായ രാജാവ് നിന്ന് ദൈവം എന്തിലേക്ക് നയിക്കുന്നു? പഴയ നിയമത്തിൽ ഭൗതികമായ, ഇപ്പൊ ദാവീദിന്റെ വംശത്തിലുള്ള രാജാവിൽ നിന്ന് നിത്യനായ രാജാവായ യേശു ക്രിസ്തുവിലേക്കാണ് കാണിച്ചു തരുന്നത്. അതായത് ദൈവം പഴയ നിയമം മുതലേ കാണിച്ചു തരുന്നത് ഈ പുതിയ നിയമത്തിലും നമ്മളെ കാണിച്ചു തരുന്നത് എന്താ? ഭൗതികമായതിൽ നിന്ന് ആത്മീകമായതിലേക്ക് ദൈവം ഉയർത്തനാണ്. കാരണം മനുഷ്യന്റെ ജനത്തിന്റെ മനസ്സും അതിലേക്ക് ഉയർത്താനാണ് ദൈവം അന്നേ ആഗ്രഹിച്ചത്. ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്നില്ലേ, പറയുന്നില്ലേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതെ, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭൗതികമായ രാജാവിൽ നിന്ന് ആത്മീകനായ എന്നേക്കുമുള്ള നിത്യരാജാവിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമുക്ക് കാണുന്നത് എന്താണ്? ഭൗതികമായ പുരോഹിതൻ നിന്ന്, അതായത് ഭൗതികമായ അഹരോന്റെ സന്തതിയിലുള്ള പൗരോഹിത്യത്തിൽ നിന്ന് എന്നേക്കുമുള്ള നിത്യ പൗരോഹിത്യത്തിലേക്ക് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ, പിന്നെ ക്രിസ്ത്യാനികൾ പുരോഹിതന്മാരായിരിക്കുന്ന അത്രയും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഭൗതികമായ ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലയമായി ഇന്ന് ക്രിസ്ത്യാനികളെ മാറ്റി ഭൗതികമായ ഒരു യെരുശലേമിൽ
മനുഷ്യന് പൊളിക്കാൻ പറ്റുന്ന ഒരു ആലയമല്ല ഇന്ന്. ഭൗതികമായ സ്ഥലത്ത് നിന്ന് അവര് നിത്യം, അതായത് ആത്മീകമായ സ്ഥലത്തേക്ക് ഇപ്പൊ ഇന്ന് എന്താണ് നമുക്ക് ആത്മീക ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാനാണ് കൊലോസ്യർ 3:2. 1, 2 എല്ലാം കാണുന്നത്. പിന്നെ ഭൗതികമായ വാഗ്ദത്തത്തിൽ നിന്ന് ഭൗതികമായ വാഗ്ദത്തങ്ങൾ ഇപ്പൊ ഒരു എന്താണ് കാനാൻ ദേശം തരും, എന്താണ് ഇങ്ങനെ ഒരു സംഭവം തരും, അല്ലെങ്കിൽ എന്താണ് പാലും തേനും ഒഴുകുന്ന ദേശം തരും. ഇതിൽ നിന്നൊക്കെ ആത്മാവെന്ന നിത്യം, അതായത് ഗലാത്യർ 3:14 തോന്നുന്നല്ലേ അബ്രഹാമിന്റെ വാഗ്ദാനം, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം ജാതികൾക്കും ലഭിക്കേണ്ടതിന്. അപ്പോസ്തല പ്രവൃത്തി 2:39 കാണാം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ ആത്മാവിനെ കുറിച്ച്. അപ്പൊ ആ നിത്യമായ വാഗ്ദാനങ്ങളാണ് ക്രിസ്തുവിലേക്ക് വരുമ്പോ ദൈവം തരുന്നത്. അതിൽ ആത്മാവെന്നുള്ളത് എന്താണ് നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളുടെ അച്ചാരം അല്ലെ, ഉറപ്പ് അച്ചാരം എന്നാണ് എഫേസ്യർ 1:11 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഭൗതികമായ അനുഗ്രഹത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എന്താണ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് എഫേസ്യർ 1:3 പറയുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഇന്ന് അവിടെ യെരുശലേമിൽ ഒരു ദേവാലയം അവിടെ പണിതാൽ തന്നെ ദൈവം അതിൽ വാസം ചെയ്യുമോ? ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താങ്ക് യു.